ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ്ട്രോളജറുമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല കമൻസുകളും അഭിപ്രായങ്ങളും വരുന്നതിൽ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇലക്ഷൻ ആര് ജയിക്കും എന്നുള്ളത് വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഞാനൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു. അതനുസരിച്ചായിരുന്നു അതിൻ്റെ റിസൾട്ടുകളും വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്രാവശ്യം എല്ലാവരും ചോദിച്ചു, ഇലക്ഷൻ പ്രഡിക്ഷൻ ഒന്നും നടത്തുന്നില്ല എന്ന് ചോദിച്ച കുറച്ച് പേരുണ്ട്. സ്വാഭാവികമായിട്ടും എപ്പോഴും പറയും പോലെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ നടത്തുന്ന ഏതെങ്കിലും പ്രഡിക്ഷൻസിൽ അതനുസരിച്ചല്ല എൻ്റെ റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഞാൻ എന്നേക്കുമായി നിർത്തലാക്കും എന്നുള്ള അത് വലിയ വെല്ലുവിളിയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗികത്തിൽ വരുന്നോ എന്നുള്ളൊരു സെർച്ചാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ആസ്ട്രോളജിയിലൊക്കെ കാര്യങ്ങളുണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണോ അത് പ്രായോഗികത്തിൽ വരുന്നത് എന്നൊക്കെയുള്ള ഒരു പഠനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇലക്ഷനോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ആര് ജയിച്ചാലും ഒന്നുമില്ല, ആര് തോറ്റാലും ഒന്നുമില്ല. നാട് നന്നാവണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇലക്ഷൻ റിസൾട്ടിലോട്ട് വരാം. ഞാൻ സാധാരണ പ്രഡിക്റ്റ് ചെയ്യണതെല്ലാം ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും ഇന്ന ആൾ ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത ഘട്ടങ്ങളിലാണ് ഞാൻ പ്രഡിക്ഷൻസ് നടത്തുന്നത്. അങ്ങനത്തെ ഉള്ള പ്രഡിക്ഷനിലെ അർത്ഥമുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ ഇലക്ഷൻ്റെ പ്രഡിക്ഷൻ നടത്താറില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോമ്പറ്റീഷൻ ടൈറ്റ് ആണെന്നുള്ള ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രഡിക്ഷന് വേണ്ടിയിട്ട് മണ്ഡലങ്ങളിടെ സജസ്റ്റ് ചെയ്താൽ ഞാൻ പ്രഡിക്ഷൻസ് നടത്തുന്നതാണ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നിയമം, അത് BJP അക്കൗണ്ട് തുറക്കുമോ, നിയമത്ത് വിജയിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത് ശിവൻകുട്ടി, പിന്നെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി, അതുപോലെ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ ബഹുമാനപ്പെട്ട ശബരിനാഥ്, ഈ 3 പേരും മത്സരിക്കുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും മികച്ച നേതാക്കളാണ്. ജനത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന നേതാക്കന്മാരാണ്. ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരാണല്ലോ ജനപ്രതിനിധികളായിട്ട് മത്സരിക്കുന്നത്. അപ്പം ഒരാൾ ബുദ്ധിമുട്ടുള്ള ആളാണെന്നും ഒരാൾ നല്ലതാണെന്നുള്ള ഒരു വകുപ്പ് ജനറലൈസ് ചെയ്തില്ല. എല്ലാവരും മികച്ചവരാണ്. സോ നമുക്ക് ആസ്ട്രോളജി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആസ്ട്രോളജി പരമായിട്ട് 10/11/1954 മേടം രാശി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലാണ്. 7.5 ശനി തീരുന്ന സമയത്താണ്. അതുകൊണ്ട് സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ഗുരുദശയുടെ ബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നതെങ്കിൽ പോലും ശനിയുടെ മാറ്റം ഭരണപരമായ അധികാര സ്ഥാനങ്ങളിൽ നിന്നും പുള്ളിക്കാരനെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയ സാധ്യത ശിവൻകുട്ടിക്ക് താരതമ്യേന ബാക്കി 2 പേരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് പറയാൻ പറ്റും. അതായാലും ഒരു കാര്യമായിട്ട് കണ്ടെത്തും. മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കും. ഞാൻ പറഞ്ഞതുപോലെ ഗുരുദശയുടെ ബലത്തിൽ മികച്ച മത്സരം കാഴ്ചവെക്കുമെങ്കിൽ പോലും ഒരു മികച്ച വിജയം അവിടെ തുടരാൻ, പണ്ടത്തെ കണക്ക് നല്ലൊരു വിജയം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയം അനുസരിച്ച് എന്നുള്ളതാണ്. അടുത്ത രാജീവ് ചന്ദ്രശേഖർ 31/5/1964 മകരം രാശിയാണ്. ഗുരുബലം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. കാരണം ഞാൻ ശനിദശയുടെ ആഘാതത്തിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരെ. ഇപ്പോൾ ശനിദശയുടെ ആഘാതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പുള്ളിക്കാരനെ പിന്തുണയ്ക്കും. അതുകൊണ്ട് തന്നെ ജനപിന്തുണ വളരെയധികം വർദ്ധിക്കാനും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം സംഭവിക്കാനും ഒക്കെ കാരണമായി മാറും. അതുകൊണ്ടാണ് ഈ ശത്രുക്കൾ എത്ര കളിച്ചാലും ഏക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, രാജീവ് ചന്ദ്രശേഖർ. ഇനി ശബരിനാഥിനെ കുറിച്ച് പറഞ്ഞാൽ ശബരിനാഥിന് ദോഷമായിട്ടൊന്നും കാണുന്നില്ല ഗ്രഹനിലയിൽ. പക്ഷേ ഈ ഗ്രഹനിലയിലെ അനുസരിച്ച് ഒരു രാജയോഗം പൂർണ്ണമായും തെളിയാൻ ഇനി സമയമെടുക്കും. പുള്ളിക്കാരന് നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, അത് കാണുന്നുണ്ട്, ഇല്ല എന്നല്ല. നല്ലൊരു ഭാവിയിൽ നോക്കിക്കോണം. പുള്ളിക്കാരൻ നല്ലൊരു കരിയർ ഗ്രോത്ത്. 5/9/1983 ചിങ്ങരാശിയാണ്. ഭാവിയിൽ മികച്ച റോളിലൊക്കെ എത്തും, അതിന് യാതൊരു സംശയമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പിടിച്ചതിനേക്കാൾ ഒരു പക്ഷേ വോട്ട് ഇപ്രാവശ്യം പിടിക്കാനായിട്ട് സാധിക്കും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം. വോട്ട് ശതമാനത്തിൽ വലിയൊരു വർധനവ് പുള്ളിക്കാരന് കാഴ്ചവെക്കാനും ആ ഒരു അഭിമാനം, ഒരു പ്രൈഡ് നിലനിർത്തിക്കൊണ്ട് പോകാനും തന്നെ പറ്റും. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പുള്ളിക്കാരന് സാധിച്ചു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ ഒരു സീറ്റ് വിജയിച്ച് വരാനുള്ള സിംഹാസന യോഗം ഒന്നും കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു യോഗം, ഒരു ഭാഗ്യയോഗം, സിംഹാസന യോഗം പുള്ളിക്കാരൻ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ആളല്ല. സ്വാഭാവികമായിട്ട് ഒരു യോഗം ജാതകത്തിൽ റിഫ്ലക്റ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് 100% പുള്ളിക്കാരൻ വിജയിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു യോഗം അതിനകത്തില്ല. ഈ വർഷം വളരെ കുറവാണ്. ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്താനുള്ള എല്ലാ ഭാഗ്യവും യോഗവും ശബരിനാഥനുണ്ട്. സോ നമ്മൾ ഈ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അവിടെ ജയിച്ചു വരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. എൻ്റെ ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ മാത്രമാണ് ഇത്. ആര് ജയിച്ചാലും ആര് തോറ്റാലും
സോ ജനങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ. എൻ്റെ ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ഞാൻ പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ അവിടെ നിയമത്ത് ജയിക്കുമെന്ന്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, തോറ്റ നീ എന്ത് ചെയ്യും? തോറ്റ നിർത്തലാക്കി ഈ പരിപാടി. എപ്പോഴും പറയും പോലെയാണ് ഇപ്പോഴും പറയാനുള്ളത്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം നിയമ നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നുള്ളത്. എൻ്റെ പ്രഡിക്ഷൻ ശരിയാണോ എന്നുള്ളത് എൻ്റെ ഭഗവാന്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അല്ല 100% അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ ആസ്ട്രോളജി പ്രഡിക്ഷൻസ് കറക്റ്റ് ആവട്ടെ, അത് മറ്റുള്ളവർക്ക് ഗുണങ്ങളിൽ എത്തിക്കാനും അതുവഴി സാധിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ തുടർന്നുള്ള വീഡിയോസും ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും. ഫോളോ ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. കണ്ടവർക്കെല്ലാം നന്ദി. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.